Hello. Good morning. Good morning. Good morning, Ilya. Good morning. Good morning, Mr. Good morning. Good morning, Good morning. Okay. Good morning, Fine. ma'am. Good morning, ma'am. Good morning, miss. Good morning, ma'am. Yes, good morning. Good morning, ma'am. Good morning. സുഖാണോ എല്ലാവർക്കും? സുഖാണ്. സുഖമായിട്ടിരിക്കുന്നു. സുഖായിട്ടിരിക്കുന്നു. Yes, ma'am. സുഖായിട്ടിരിക്കുന്നു എന്നാണ് കേൾക്കേണ്ടത്. ഓക്കെ. മാം ഇച്ചിരി സ്പീഡ് കുറയ്ക്കണേ. സ്പീഡാണ്. സ്പീഡ് പറഞ്ഞിട്ട് വൈകിയുണ്ടോ? മനസ്സിലാകാഞ്ഞിട്ടില്ല, സ്പീഡിൽ പോകുന്നോണ്ട്. ഞാൻ പറഞ്ഞു അത് അതിനൊരു മുൻകൂർ ജാമ്യം ഞാൻ മറ്റേ എന്താ പറയാ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തിരി സ്പീഡിൽ സംസാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോ നിങ്ങൾക്ക് ഓരോ പോയിന്റും ഞാൻ എന്താ പറയാ എടുത്തു കഴിഞ്ഞിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടാണല്ലോ നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പൊ ഞാൻ ഓരോന്ന് കഴിയുമ്പോഴും ചോദിക്കുന്നത് ക്ലിയർ ആണോ, എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ഇത് ഞാൻ എടുത്തിട്ട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഇല്ലാന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒബ്വിയസ്ലി നമുക്കറിയാം, ഓക്കെ അവർക്ക് പിള്ളേർക്കൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കണേ. അങ്ങനെയല്ലേ? കഴിഞ്ഞ ക്ലാസ് ഇച്ചിരി സ്പീഡ് കൂടുതലായിരുന്നു. ആണോ? അപ്പൊ തന്നെ ഏതെങ്കിലും അപ്പൊ ഞാൻ സ്പീഡ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്പീഡിൽ പറഞ്ഞത് കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നാണ്. ഓക്കെ, അങ്ങനെയാണ് അല്ലെ? ഞാൻ സ്പീഡായിട്ട് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തോ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണല്ലോ ശരി. അത് കറക്റ്റ് ആണ്. അപ്പൊ തന്നെ പറയണം കേട്ടോ. അപ്പൊ തന്നെ പറയണം. ഓക്കെ. സംസാരം അങ്ങനെയാണ്. ഞാൻ ഇച്ചിരി സ്പീഡ് അങ്ങനെ പറഞ്ഞു വരുമ്പോ എനിക്ക് സ്പീഡിലായി പോകും. പറയുമ്പോ അങ്ങനെ സ്പീഡ് വരുന്നതാ. എന്താണ് അത് അങ്ങനെ അറിയില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ സംസാരമൊക്കെ അല്ലെ? ചിലർ ഭയങ്കര മനസ്സിലാകുന്നുണ്ട് മാം, പക്ഷെങ്കിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ, മറ്റേത് കുഴപ്പമില്ലായിരുന്നു. ആണോ? അതിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണ് പഠിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ക്ലിയർ ആയി എന്ന് ഇത്തിരി വയ്യാണ്ടുണ്ട്. പിന്നെ ടീച്ചർ ഓൾറെഡി ലീവാണ്. പിന്നെ നമുക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. ഇവിടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് റിസ്ക് എടുത്ത് പോകുന്നു. അത് കുഴപ്പമില്ല, മാനേജ്. അപ്പൊ നിങ്ങൾ അപ്പൊ തന്നെ പറയണേട്ടാ. നമുക്ക് എന്നാലേ അറിയാൻ പറ്റുള്ളൂ. കുട്ടികൾ എല്ലാവരും ഫോളോ ചെയ്യുന്നതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എല്ലാവരും ചെയ്യുന്നത് കുഴപ്പമില്ല എന്നുള്ള ഒരു ഇതിൽ പോകും. ഓക്കെ, യെസ്, പറഞ്ഞത് നന്നായി. ഞാൻ അത് ട്രൈ ടു മാനേജ്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തത് പറയാമോ? Take care, get well soon. ഏതാ? ഏത് ഡിപ്പാർട്ട്മെന്റാ പറഞ്ഞേ? ന്യൂക്ലിയർ മെഡിസിൻ അല്ലേ സാർ? ന്യൂക്ലിയർ മെഡിസിൻ ആണ് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ന്യൂക്ലിയർ മെഡിസിൻ. യെസ്, അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയതെന്നാണ് എന്റെ ഒരു ഓർമ്മ. അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ എടുത്തില്ലേ? എടുത്തു. ഓക്കെ, സോ ഞാനൊന്ന് സൗണ്ട് ഗ്രൂപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും. ഒന്നാമത് ഇന്ന് എനിക്ക് ഇത്തിരി ചിലപ്പോൾ സൗണ്ട് കുറവായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഒച്ചപ്പാട് ബഹളമായിരിക്കും. ഇപ്പൊ വയ്യാത്തത് കൊണ്ട് ഒരു ശരി കുഴപ്പമുണ്ടാവും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ദാറ്റ് മീൻസ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് മെഡിക്കൽ ഇമേജിങ്ങിലൂടെ ടു ഡയഗ്നോസിസ് ആൻഡ് ടു നോ വാട്ട് ആർ ദ ഡിസീസസ്, എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇമേജിംഗ് ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്സ് ഉപയോഗിച്ച്, റേസ് ഉപയോഗിച്ച്, വിച്ച് ഇസ് കോൾഡ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ്. റേഡിയോ ഐസോടോപ്സ് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് റേസ് പാസ് ചെയ്ത് എന്താ പറയാ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓരോ പാർട്സിലൊക്കെ പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട്. ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിൽ നമ്മുടെ ലാർജ് ഇൻഡസ്ട്രിയൽ, സ്മോൾ ഇൻഡസ്ട്രിയൽ, പിന്നെ നമ്മുടെ എന്താ പറയാ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഡിസോർഡേഴ്സ്, ഓൾ ദീസ് തിങ്സ് ഹാവ് ടു ബി ഡയഗ്നോസ്ഡ്. അതായത് നമ്മളുടെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ വന്നു, ചിലപ്പോൾ അതിന്റെയൊക്കെ ഫലമായിട്ട് പലതരത്തിലുള്ള സിംറ്റംസ് രോഗി കാണിക്കുമ്പോൾ, അപ്പൊ ഈ ടെസ്റ്റിങ്ങിലൂടെയാണ് ദ ഡോക്ടേഴ്സ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ പേഷ്യന്റ്. ആ പേഷ്യന്റ് എന്ത് രീതിയിലുള്ള പ്രശ്നമാണ് അഭിമുഖീകരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഡിസീസസ് എന്താ പറയാ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ക്യാൻസർ, ലിംഫോമാസ് ടൈപ്പ് ഓഫ് ക്യാൻസർ, ബോൺ പെയിൻ, പിന്നെ അങ്ങനെ മാത്രമല്ല എന്താ പറയാ ഈ ബോൺ പെയിൻ തന്നെ ഇപ്പൊ അസ്ഥിക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കാലുവേദന സ്ഥിരമായിട്ട് ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കുന്നു, ബട്ട് ഓൾ ഇൻ വെയിൻ, എല്ലാം വെറുതെ ഇവിടെ കുറെ മരുന്നുകൾ കഴിക്കുന്നതല്ലാതെ യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ ഇതൊക്കെ മേ ബി എ സിംറ്റം ഓഫ് സം ഇഷ്യൂസ്. അതായത് ചില പ്രശ്നങ്ങളുടെ ചില ലക്ഷണങ്ങൾ മാത്രമായിരിക്കും. അപ്പൊ ഇത് ചില ഡോക്ടേഴ്സ് ഇങ്ങനെ പുറമെ നമ്മളെ ഡയഗ്നോസിസ് ചെയ്താൽ മനസ്സിലാവില്ല. അപ്പൊ ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ആക്ച്വൽ പ്രോബ്ലം. ശരിയായ കാര്യം എന്താണ്, ഈ രോഗത്തിന്റെ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇമേജിംഗ് ടെക്നിക്സ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിന് ഡോക്ടേഴ്സ് യൂസ് സം സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ്. അതിന് വേണ്ടിയിട്ട് മാത്രം പ്രത്യേകം ഡിസൈൻ ചെയ്ത ചില ക്യാമറാസ് ആണ് ഡോക്ടേഴ്സ് ഉപയോഗിക്കുക. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ആധുനികപരമായിട്ടുള്ള ന്യൂക്ലിയർ മെഡിസിൻസിന്റെ ചില 2 ഉദാഹരണങ്ങളും നമുക്കിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. സ്പെക്ട് ആൻഡ് പെറ്റ് അല്ലെ, സ്പെക്ട് പെറ്റും. അത് സ്പെക്ടിന്റെയും പെറ്റിന്റെയും ഫുൾ ഫോംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതൊക്കെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. നമ്മുടെ ശരീരത്തിനകത്ത് എന്ത് രോഗമാണെങ്കിലും ഇത് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കും. അപ്പൊ ട്രേസ് ചെയ്യുമ്പോൾ അത് നമുക്ക് വിസിബിൾ ആകുന്ന രീതിയിൽ മോണിറ്ററിലോ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിലൊക്കെ ആ സ്ക്രീനിൽ പതിപ്പിച്ചിട്ട് ദൈന്നതാണ് പ്രശ്നം, ദൈന്ന കാര്യം കൊണ്ടാണ് ആൾക്ക് ഇന്ന രോഗം അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് ക്യാൻസർ ഇന്ന സ്ഥലത്തുണ്ട്. സോ ദേ കൻ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് വെറുതെ ഇങ്ങനെ ഉള്ളിലുള്ള അവയവങ്ങളെ നമുക്ക് ഇങ്ങനെ പുറമേയുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇന്റേണൽ ഓർഗൻസിന്റെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്പെക്റ്റും അതുപോലെ തന്നെ പെറ്റും. ഇതൊക്കെയാണത് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫിയും അതുപോലെ തന്നെ പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫിയും. അതിന്റെ ഫുൾ ഫോംസ് മറക്കണ്ട. അപ്പൊ ഇതാണ് ഏറ്റവും എന്താ പറയാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ മെഡിസിൻസ്. 2 കോമൺ ആയിട്ട് ഇന്ന് ഉപയോഗിക്കുന്നത് ഡോക്ടേഴ്സ് കൂടുതലായിട്ട് പേഷ്യൻസിന്റെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ IV ഇഞ്ചക്ഷൻസിലൂടെയാണ് ഇതൊക്കെ അകത്തോട് കടത്തിവിടുന്നത്. മനസ്സിലായോ? അപ്പൊ അതിലൂടെ അവർക്കത് കണ്ടെത്താൻ സാധിക്കും. അതാണ് ന്യൂക്ലിയർ മെഡിസിൻ. അപ്പൊ അണ്ടർലൈൻ ചെയ്തിരുന്നോ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങള്? എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞോ? ഞാൻ ഇതിനകത്ത് പറയോ? യെസ്. അപ്പൊ സ്പെക്ട് ആൻഡ് പെറ്റ് ഫുൾ ഫോംസ് അണ്ടർലൈൻ ചെയ്തിരിക്കണം. പിന്നെ എക്സാമ്പിൾസ് ട്രീറ്റഡ് അണ്ടർ ന്യൂക്ലിയർ മെഡിസിൻ. ന്യൂക്ലിയർ മെഡിസിനിൽ ട്രീറ്റ് ചെയ്യുന്ന ചില രോഗങ്ങളുടെ എക്സാമ്പിൾസ് അത് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ക്യാൻസർ, ലിംഫോമാസ്, ബോൺ പെയിൻ ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് അത് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. So we are moving to the next department. അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് പോകാം. അടുത്തത് oncology department ആണ്, which is familiar, and also it is a department which treats all kinds of cancers, and also it provides wide range of chemotherapy treatment, radiotherapy treatments for the cancerous tumors and also blood disorders. ബ്ലഡിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഡിസോർഡറുകൾ, അതുപോലെ തന്നെ ട്യൂമേഴ്സ്, അതുപോലെ തന്നെ ക്യാൻസറിന്റെ ഡിഫറെന്റ് ടൈപ്സ്, ഇതൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പ്രത്യേകം ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് എനി അതർ ഡിപ്പാർട്ട്മെന്റ്സ്. മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ഓങ്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയാൻ കാരണം, നമുക്കിപ്പോ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും തലവേദന, അപ്പൊ നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സിലേക്ക് കാണിച്ചു, മെഡിസിൻസ് ഒക്കെ കഴിച്ചു, ഒരു സ്ഥലത്ത് പോയി അപ്പൊ ചിലപ്പോൾ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ കൊള്ളില്ലാഞ്ഞിട്ടായിരിക്കാം മാറാത്തേന്ന് ചോദിച്ചു. പിന്നെ നമ്മൾ വേറെ മാറ്റി. പക്ഷെ ഹെഡേക്ക് നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ എല്ലാ മന്തിലും കൃത്യമായിട്ട് വരുന്നു, അല്ലെങ്കിൽ വീക്കിലി അതിന്റെ സമയത്ത് വരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് സാധാരണ ഇതുപോലെയൊക്കെ തലവേദന നമ്മൾ ഏതെങ്കിലും ഫിസിഷ്യൻസിനെ പോയി കൺസൾട്ട് ചെയ്യും അല്ലെ. അങ്ങനെ കൺസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ മറ്റേ തലവേദനയൊക്കെ ആകുമ്പോൾ കൂടുതൽ മാറാതെ നമ്മൾ ചിലപ്പോൾ ന്യൂറോന്റെ അടുത്ത് പോകും.
ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോ എന്നിട്ടും അവിടെയും ട്രീറ്റ്മെന്റ് ശരിയാകുന്നില്ല, അല്ലെങ്കിൽ എന്നിട്ടും നമുക്ക് അതിനൊരു എന്താ പറയാ ഇതില്ല, റിലീഫ് ഇല്ല. അപ്പൊ ചിലപ്പോൾ ഡോക്ടേഴ്സ് ഫ്രം ദീസ് ഡിപ്പാർട്ട്മെന്റ്സ്, ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ ചിലപ്പോൾ ആയിരിക്കും കണ്ടെത്തുക. അതിന് വേണമെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യും, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തോ എന്നൊക്കെ നമുക്കൊന്ന് സ്കാനിങ്ങിലൂടെയോ അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ അതിന്റെ റിസൾട്ട് വെച്ചിട്ടായിരിക്കാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ വരിക. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് സം അതർ ഡിപ്പാർട്ട്മെന്റ്സ്, ഓൾസോ റെഫറൻസ് ഫ്രം സം അതർ ഡിപ്പാർട്ട്മെന്റ്സ്. മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡോക്ടർമാര് റെഫർ ചെയ്ത് വരുന്നതുമാകാം. ഓക്കെ, അപ്പോൾ ആ പേഷ്യൻസിന്റെ പ്രോബ്ലം അവര് കുറെ പ്രാവശ്യമൊക്കെ ഇങ്ങനെ നോക്കി ടെസ്റ്റ് ചെയ്തു, ആ ടെസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ കനോട്ട് ഫൈൻഡ് വാട്ട് ഈസ് ദ റിയൽ പ്രോബ്ലം. ശരിക്കുള്ള യാഥാർത്ഥത്തിൽ ആൾക്കാരുടെ പ്രശ്നം ആ ഡോക്ടേഴ്സിന് കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ റെഫറൻസ് ആയിട്ടൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. And also in this department, doctors conducted tumor removal procedures. ഈ ട്യൂമേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. What do you mean by tumor? ട്യൂമർ എന്ന് പറയുന്നത് ക്യാൻസർ അല്ല, മുഴകളാണ്. ആൻഡ് ഓൾ ദ ട്യൂമേഴ്സ് ആർ നോട്ട് ക്യാൻസേഴ്സ്. എല്ലാ മുഴകളും ക്യാൻസർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരു ഹാർംഫുൾ ആയിട്ടുള്ളതൊന്നുമല്ല. അതുകൊണ്ട് അങ്ങനെ ചില എന്താ പറയാ തരിപ്പുകൾ അല്ലെങ്കിൽ മുഴകൾ ചെറുതോ ഇതൊക്കെ ആയിട്ട് ഫോം ചെയ്യുന്നതാണ് ചില എൻലാർജ്മെന്റുകളായിട്ട്. എല്ലാ മുഴയും വരുന്നത് മുഴുവനും ക്യാൻസർ ആണെന്ന് നമുക്ക് വിലയിരുത്താൻ പാടില്ല. അത് ടെസ്റ്റ് ചെയ്തിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടെസ്റ്റ് ഉണ്ട്, നമുക്കറിയാം. ഇറ്റ് ഈസ് കോൾഡ് ബയോപ്സി ടു ഫൈൻഡ് വെദർ ദാറ്റ് ട്യൂമർ ഈസ് ഹാർംഫുൾ ഓർ നോട്ട്. നമ്മുടെ ശരീരത്തിന് അത് അപകടമാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ള പ്രൊസീജിയർ ആണ് ഈ ട്യൂമേഴ്സ് വെച്ചിട്ട് ഡോക്ടേഴ്സ് ചെയ്യുക. അത് എടുത്തിട്ട് അത് റിമൂവ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തു, ടെസ്റ്റിന് അയക്കുന്നു. ആൻഡ് ദാറ്റ് ടെസ്റ്റ് ഈസ് കോൾഡ് ബയോപ്സി. അതിലൂടെയാണ് ദ ഡോക്ടേഴ്സ് ഫൈൻഡ് that whether this tumor is harmful or not. വലിയ പ്രശ്നമൊന്നുമില്ല, അത് വെറുതെ ഒരു മുഴ, ഓക്കെ കുഴപ്പമില്ലാത്തതാണ്, അത് പോയി കളയുന്നു. ഓക്കെ, ചിലത് അത് എന്താ പറയാ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് മേ ബി എ സിംപ്റ്റം ഓഫ് ക്യാൻസർ. ക്യാൻസറിന്റെ ആരംഭമാകാം, ചിലപ്പോൾ കുറച്ച് സ്റ്റേജസ് എന്താ പറയാ കഴിഞ്ഞിട്ടുണ്ടാകാം. whatever it may be, അത് അവർക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ടെസ്റ്റിലൂടെ മാത്രമാണ്. Okay, so oncology is a special department which treats all types of cancers and also provide wide range of chemotherapy, radiotherapy treatments. Clear? മനസ്സിലായോ? അത്രയും മനസ്സിലായോ? Is there any doubts? ആ ഒരു ഇത്രയും ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. Okay, yes. Then the field of oncology have 3 major areas. നമ്മുടെ ഓങ്കോളജിക്ക് പ്രധാനമായിട്ടും 3 areas ഉണ്ട്. നേരത്തെ അനസ്തേഷ്യോളജിക്ക് 3 ഏരിയാസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ ആൻഡ് ജനറൽ അനസ്തേഷ്യ. അതുപോലെ അതേപോലെ തന്നെ ഓങ്കോളജിക്ക് 3 ഏരിയാസ് ഉണ്ട്. മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി. ഇങ്ങനെ 3 തലങ്ങളാണ് അല്ലെങ്കിൽ 3 രീതിയിലുള്ള ഓങ്കോളജി ട്രീറ്റ്മെന്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണത്? മെഡിക്കൽ ഓങ്കോളജി ഇറ്റ് മീൻസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ ഈസ് മെയ്ഡ് ത്രൂ മെഡിസിൻ വിച്ച് ഇൻക്ലൂഡ്സ് കീമോതെറാപ്പി. അതായത് മെഡിസിനിൽ കൂടി അതുപോലെ തന്നെ കീമോതെറാപ്പി മാത്രം പ്രൊവൈഡ് ചെയ്ത് ക്യൂർ ചെയ്യുന്ന രീതിയിൽ. ബിഗിനിങ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ മെഡിസിൻസ് കഴിച്ച് കീമോതെറാപ്പി മാത്രം കൃത്യമായിട്ടൊക്കെ നടത്തി എന്ത് ചെയ്യാം, ആ ആ ക്യാൻസർ നമുക്ക് എന്താ പറയാ ഇല്ലാതാക്കാൻ പറ്റും. ആ ഒരു ട്രീറ്റ്മെന്റ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ ആണ് ഏത് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. മനസ്സിലായോ? മെഡിക്കൽ ഓങ്കോളജി the cancer which is treated with the medicine including chemotherapy. കീമോതെറാപ്പി ഉൾപ്പെടുന്ന മെഡിസിൻസിലൂടെ മാത്രം ട്രീറ്റ്മെന്റ് നടത്തി ഇല്ലാതാക്കുന്ന ക്യൂർ ചെയ്യുന്ന ഒരു തരം ക്യാൻസർ. ആ ഏരിയ ആണ് മെഡിക്കൽ ഓങ്കോളജി. ഓക്കെ, നെക്സ്റ്റ് വൺ സർജിക്കൽ ഓങ്കോളജി ആണ്. സർജിക്കൽ ഓങ്കോളജി എന്താ? ഇറ്റ് ട്രീറ്റ്സ് ദ സർജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ക്യാൻസർ. അതായത് അവിടെ ഒരു ചെറിയ സർജറിക്ക് വേണ്ടി വരും. സർജറിയിലൂടെ വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ആസ് ഓൾസോ നോൺ ആസ് ബയോപ്സി. ആ സർജിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ബയോപ്സി നടത്തി അത് പുറത്തെടുത്ത് ടെസ്റ്റ് ചെയ്ത്, അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ ട്യൂമേഴ്സ് ഒക്കെ റിമൂവ് ചെയ്ത് അത് റിസെക്ട് ചെയ്ത് എന്ന് വെച്ചാൽ ഇത് മുറിച്ചൊക്കെ ആളുടെ രോഗം കണ്ടെത്തുന്ന ഒരു രീതിയാണ്. സർജിക്കൽ ആസ്പെക്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഓങ്കോളജിയാണ് സർജിക്കൽ ഓങ്കോളജി. അപ്പൊ ഇവര് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. മെഡിക്കൽ എന്ന് പറയുമ്പോൾ മെഡിസിൻസ് including chemotherapy. അതേസമയം സർജിക്കൽ ഓങ്കോളജിയിൽ സർജിക്കൽ ആസ്പെക്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിനകത്ത് ബയോപ്സി വരും, സർജിക്കൽ റിസെക്ഷൻ ഓഫ് ട്യൂമറുകളൊക്കെ റിസെക്ട് ചെയ്ത് അതായത് സെക്ഷൻസ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് മുറിച്ച് ഒക്കെ എടുത്ത് കളയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് സർജിക്കൽ ഓങ്കോളജിയിൽ നടക്കുന്നത്. ക്ലിയർ ആയോ? ഇതിന്റെ മനസ്സിലായോ? മെഡിക്കൽ ഓങ്കോളജി ആൻഡ് സർജിക്കൽ ഓങ്കോളജി ക്ലിയർ ആണല്ലോ?
Yes, and the next one is radiation oncology. ഓരോന്നിനും അതിന്റെ പേരുമായി കണക്ഷൻ ഉണ്ട്. റേഡിയേഷൻ ഓങ്കോളജിയിൽ it uses വളരെ കെയർഫുള്ളി ടാർഗറ്റഡ് ആയിട്ടുള്ള നല്ല എന്താ പറയാ റേഡിയേഷൻ ഡോസസ് ആണ്. അതായത് ഹൈ എനർജി ഡോസ് ഉപയോഗിച്ച് റേഡിയേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ക്യൂർ നടത്തുന്നത്, ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നടത്തുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ സെൽസിനെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാൻസറിന്റെ അണുക്കളെയൊക്കെ എന്താ പറയാ നശിപ്പിച്ച് അത് റേഡിയേഷനിലൂടെ, അതിന് വേണ്ടിയിട്ട് ഹൈ എന്താ പറയാ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ എനർജി റേഡിയേഷൻ ആണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നല്ല തീവ്ര ശക്തിയുള്ള റേഡിയേഷൻ, അതായത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള റേസ് കടത്തിവിട്ട് ഇതിനെയൊക്കെ ഈ ക്യാൻസറിന്റെ സെൽസിനെയൊക്കെ നശിപ്പിച്ചു കളയുന്നു. അങ്ങനെയുള്ള ആ ഒരു തെറാപ്പി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. റേഡിയേഷൻ ഓങ്കോളജിയിൽ മാത്രമാണ് ഈ പറയുന്ന ഹൈ എനർജി റേഡിയേഷൻ ഉപയോഗിച്ച് ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുക, കിൽ ചെയ്യുന്നത്. ക്ലിയർ ആയോ? മറ്റേതിലാണെങ്കിലും അത്രയും ആവശ്യമില്ല, റേഡിയേഷൻ ആവശ്യമില്ല. സർജിക്കലിൽ അത് റിമൂവ് ചെയ്തിട്ട് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, യെസ്. അപ്പൊ these are the 3 areas of oncology. മറക്കണ്ട, ഓങ്കോളജിയുടെ 3 ഏരിയ: മെഡിക്കൽ ഓങ്കോളജി which is treated with medicine including chemotherapy. Surgical oncology is the surgical aspects of oncology which also include biopsy and also surgical resection of tumors. Radiation oncology, radiation therapy ആണ്, carefully targeted and regulated doses of high energy radiation to kill cancer cells. അങ്ങനെ നമ്മുടെ ക്യാൻസർ സെല്ലിലേക്ക് നശിപ്പിക്കാനായിട്ട് റേഡിയേഷൻ ആണ് ഉപയോഗിക്കുക. 3 ഏരിയാസ്. ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്യാമോ പറയുന്നത്? ഓങ്കോളജി എന്ന് പറയുന്ന ആ ടോപ്പിക്കിന്റെ അതിന്റെ ആദ്യത്തെ സെന്റൻസ് ദിസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് എഴുതിയിരിക്കണേ. പക്ഷെ ദിസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ് പഠിക്കരുത്. ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എൻക്വയർസ് ആൻഡ് ട്രീറ്റ്സ് ഓൾ കൈൻഡ്സ് ഓഫ് ക്യാൻസേഴ്സ് ആൻഡ് വൈഡ് റേഞ്ച് ഓഫ് chemotherapy, treatment and radiotherapy for cancerous tumors and blood disorders. അണ്ടർലൈൻ ചെയ്യാമോ? ഡിസോർഡർ വരെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റും. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അടുത്തത് doctors also carry out tumor removal procedures which are then sent to biopsy to verify whether the tumor is harmful or not. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് ഈ ട്യൂമേഴ്സ് റിമൂവ് ചെയ്ത് അത് ബയോപ്സിക്ക് അയക്കുന്നു. എന്നിട്ട് ബയോപ്സിയിലൂടെ ആ ട്യൂമർ ഹാർംഫുൾ ആണോ അല്ലയോ എന്ന് കണ്ടെത്തുന്നു. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ആൻഡ് അടുത്തത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ആ 3 ഏരിയാസ് ആണ്. മെഡിക്കൽ ഓങ്കോളജി എന്താണെന്നും സർജിക്കൽ ഓങ്കോളജി എന്താണെന്നും റേഡിയേഷൻ ഓങ്കോളജി എന്താണെന്നും ഒക്കെ നമുക്ക് വരാറുണ്ട്, ചോദിക്കാറുണ്ട്. അത് 3 ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി. എന്താണ് ഒഫ്താൽമോളജി? എന്തിനു വേണ്ടിയിട്ടുള്ളത് ഒഫ്താൽമോളജി? പോയിട്ടുണ്ട് ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റില്? ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ പോകും അല്ലെ? കണ്ണ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഉള്ള ചികിത്സ കൊടുക്കുന്ന സ്ഥലമാണ്. The department which deals with the investigation and treatment of problems of eyes in adults and also children. കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ അഡൽട്സ് ആയിക്കോട്ടെ അവർക്കൊക്കെ ഉണ്ടാകുന്ന കണ്ണിന്റെ പല പ്രശ്നങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി. ഇതിനകത്ത് എന്തൊക്കെ സർവീസസ് ആണ് നമുക്ക് ലഭിക്കുക? ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് എന്തൊക്കെ കാര്യങ്ങളാണ് ചികിത്സിക്കുന്നത് എന്നാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. ജനറൽ ഐ ക്ലിനിക് ഡിപ്പാർട്ട്മെന്റ്. കോമൺ ആയിട്ട് ഐ ക്ലിനിക് കണ്ണിന്റേതായ ചില പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ജനറൽ ആണ്, വലിയ ആഴത്തിലുള്ളതൊന്നുമല്ല. ചിലപ്പോൾ കണ്ണിന് ചൊറിച്ചിലാകാം, കണ്ണിന് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നതാകാം, അങ്ങനെയൊക്കെയുള്ള ജനറൽ ക്ലിനിക്കൽ അപ്പോയിന്റ്മെന്റുകളാണ് ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഏരിയ. അങ്ങനത്തെ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്താ ലേസർ ട്രീറ്റ്മെന്റ്സും ഇന്ന് കണ്ണിന് പെട്ടെന്ന്, അതായത് വിതിൻ 1 hour വിതിൻ എ ഡേ നമ്മളെ കണ്ണൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒത്തിരി ഐ ക്ലിനിക്സ് അല്ലെങ്കിൽ ഐ ഹോസ്പിറ്റൽസ് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇന്ന് എന്താ പറയാ ഉണ്ട്. കാരണം ദേ യൂസ് ഡിഫറെന്റ് മോഡേൺ ടൈപ്സ് ഓഫ് ടെക്നോളജീസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഐസ്. കണ്ണിന്റെ പല പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കാനും അതിനൊക്കെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനും ഒത്തിരി കണ്ണിന്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അതുപോലെ അതിനു വേണ്ടിയിട്ട് മാത്രമുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. നല്ല ഹൈലി എക്യുപ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച്
പെട്ടെന്നൊക്കെ ആളുകൾക്ക് എന്താ പറയാ അവരുടെ ആ ഒരു കണ്ണിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് യൂസ് ഓൾസോ ലേസർ ട്രീറ്റ്മെന്റ്, ലേസർ ഉപയോഗിച്ചിട്ട് കണ്ണിനെ സുഖപ്പെടുത്തുന്ന രീതി. കേട്ടോ, ലേസർ ട്രീറ്റ്മെന്റ് കേട്ടോ. അതൊക്കെ ഐ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിലാണ്. ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്, ജനറൽ ആയിട്ട് ക്ലിനിക് അപ്പോയിന്റ്മെന്റുകളുണ്ട്. പിന്നെന്താ ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് ഐ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് തന്നെയാണ് ഫോർ എനി ഡിഫക്ട്സ് ഓർ സ്ട്രക്ചർ ഓഫ് അവർ ഐസ്. നമ്മുടെ കണ്ണിന്റെ ഘടനയ്ക്കോ അല്ലെങ്കിൽ കണ്ണിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകൾക്കോ ഒക്കെ പ്രത്യേകം ട്രീറ്റ്മെന്റ്. കണ്ണിന്റെ ഘടനയിലെ സ്ട്രക്ചറിനൊക്കെ വ്യത്യാസം വരിക, അപ്പൊ അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ്, കണ്ണ് ചിലപ്പോ ചില ആളുകളുടെ കണ്ണിന്റെ ഇരിക്കുന്ന രീതി, കണ്ണിന്റെ സ്ട്രക്ചറിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ചിലപ്പോൾ ജന്മന ഒക്കെ വന്നേക്കുന്നതായിരിക്കും. അതൊക്കെ ഒരു പ്രായമൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുക ഇതിന്റെ പ്രശ്നമുണ്ട് കണ്ണിനൊക്കെ. സോ അതിനു വേണ്ടി മാത്രമുള്ള സ്പെഷ്യലൈസ്ഡ് ഏരിയ ആണ് ഒപ്റ്റോമെട്രി. ആ ട്രീറ്റ്മെന്റും നമ്മുടെ ഒഫ്താൽമോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഡിഫക്ട്സ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ഐസ് ആൻഡ് ഓൾസോ അബ്നോർമാലിറ്റീസ്. കണ്ണിന്റെ പല അപാകതകളും സ്ട്രക്ചറൽ ഡിഫക്റ്റുകളും ഒക്കെ ക്യൂർ ചെയ്യുന്ന ഒരു ഏരിയ, അതാണ് ഒപ്റ്റോമെട്രി. ക്ലിയർ? ഞാൻ വേണമെങ്കിൽ ഒരു കുഞ്ഞു സെന്റൻസ് ആയിട്ടുള്ള ഒരു ചെറിയ ഫ്രേസ് ആയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതി തരാം. അത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാവില്ല. ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ് നമുക്കറിയാം. സാധാരണ കണ്ണിനൊക്കെ എന്തെങ്കിലും ചോദിച്ചില്ലേ, കുട്ടികളൊക്കെ കണ്ണിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിമ്മിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമേ തന്നെ അത്തരം കാണുന്ന കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന കുട്ടികളൊക്കെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. അതൊക്കെ നേരത്തെ കണ്ടെത്തി എന്താണ് പ്രശ്നം എന്ന് അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്താൽ വലുതാകുമ്പോൾ അതൊക്കെ ഇല്ലാതാക്കാം. ഓക്കെ, അപ്പൊ കോമൺ ആയിട്ടുള്ള ചില ഐ കെയറിങ് അത് കൊടുക്കുന്നുണ്ട്. ലേസർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്റ്റോമെട്രി കണ്ണിന്റെ ഡിഫക്ട്സ്, സ്ട്രക്ചർ, അബ്നോർമാലിറ്റീസ് ഇതൊക്കെ ക്യൂർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഏരിയ. ഒഫ്താൽമോളജിയിൽ തന്നെ ഉള്ള പ്രത്യേക ചികിത്സ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഓർത്തോപ്റ്റിക്സ് എന്ന് പറയുന്ന മറ്റൊരു ഏതാണ്. ഓർത്തോപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ they are the experts in diagnosing and also treating defects in eye movement and the problems with how the eye work together. It is called binocular vision. നമ്മുടെ ബൈനോക്കുലർ വിഷൻ പോലെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ മനസ്സിലാക്കി അത് പിന്നെ മാത്രമല്ല കണ്ണിന്റെ മൂവ്മെന്റുകളൊക്കെ, കണ്ണിന്റെ ഇതൊക്കെ എങ്ങനെ മൂവ് ചെയ്യുന്നു, അതിന്റെ ഡിഫക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതും മനസ്സിലാക്കി പ്രത്യേകം ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു എക്സ്പേർട്ട് ആണ്. എക്സ്പേർട്സ് എന്ന് പറഞ്ഞാൽ ആരാ? അതിൽ വൈദഗ്ധ്യം നേടിയവർ, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അതായത് ബൈനോക്കുലർ വിഷൻ ഒക്കെ കേട്ടിട്ടുണ്ടോ? ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ ബൈനോക്കുലർ വിഷൻ? ഹൗ അവർ ഐ വർക്ക് ടുഗദർ. ചില കുട്ടികളില്ലേ, അതായത് കുട്ടികളെന്നല്ല, ചെറിയ പ്രായത്തിലാണ് ഇതൊക്കെ നമുക്ക് കൂടുതൽ വിസിബിൾ ആകാം. ഇന്നൊന്നും അതൊക്കെ അധികം ഇല്ല എന്ന് തോന്നുന്നു. എന്നാലും ചില ഇപ്പൊ വളരെ റയർ കേസസിലൊക്കെ നമുക്ക് കാണാറുണ്ട്. കണ്ണൊക്കെ നമ്മളെ എവിടെയെങ്കിലും ഒരു പ്രത്യേക പോയിന്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫീലിംഗ് വേറെ സ്ഥലത്തേക്കാണ് നോക്കുന്നതെന്ന്. ചില കുട്ടികളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വേറെ സ്ഥലത്ത് നോക്കുന്ന പോലെ. എന്ന് വെച്ചാൽ ബോത്ത് ഐസ് ആർ നോട്ട് വർക്കിംഗ് ടുഗദർ. നമ്മളൊരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ രണ്ട് കണ്ണും ശരി, അത് കണ്ണിന് കൃഷ്ണമണി ഐബോൾ ഇങ്ങനെ കൃത്യമായിട്ട് ഒരേ ലെവലില് നമ്മളിങ്ങനെ നോക്കുമ്പോ ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്നതാണ്. പക്ഷെ ചില കുട്ടികളുടെ നമ്മളിങ്ങനെ നോക്കുമ്പോ ഒരു കണ്ണിന്റെ ഐബോൾ ഇവിടെയും കുറഞ്ഞ ചെറിയ ഈ അറ്റത്തേക്കുമായിട്ട് നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഉണ്ട് കണ്ണിന്റെ അത്തരം പ്രശ്നങ്ങൾ, അത്തരം അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ കണ്ണിന്റെ മൂവ്മെന്റുകൾ അത് നോക്കി അതിനു വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു വിഭാഗം പ്രൊഫഷണൽസ്, അതിനെയാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് വിളിക്കുക. ഈ ഓർത്തോപ്റ്റിസ്റ്റുകളാണ് ഈ പറയുന്ന ബൈനോക്കുലർ വിഷനൊക്കെ കൃത്യമായിട്ട് നമ്മൾ കണ്ണൊക്കെ എന്നിട്ട് നേരെ തന്നെ നോക്കി ഒരു വസ്തുവിനെ നമ്മൾ പോയിന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ആ ഒറ്റ വസ്തുവിലേക്ക് തന്നെ കണ്ണിന്റെ ആ കോൺസെൻട്രേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ വേർഡ്, ഈ ഓർത്തോപ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡ്, ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം, അത് ഒരു എന്താ പറയാ ഗ്രീക്ക് വേർഡിൽ നിന്ന് ഉടലെടുത്തതാണ്. ഗ്രീക്ക് വേർഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ് ഓർത്തോപ്റ്റിക് എന്ന് പറയുന്നത്. ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ഓർത്തോസ്, രണ്ട് വേർഡായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തതാണ്. ഓർത്തോ എന്നും അതുപോലെ തന്നെ ഒപ്റ്റിക്കോസ് എന്നും രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ഗ്രീക്ക് വേർഡിനെ സ്പ്ലിറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു ഒറ്റ വേർഡാണ് ഏത്? ഓർത്തോപ്റ്റിക്സ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്ന ഓർത്തോസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ്, നേരെയുള്ളത് സ്ട്രെയിറ്റ് എന്നുള്ളതും, അതുപോലെ തന്നെ ഒപ്റ്റിക്കോസ് എന്ന് പറയുന്നതിന്റെ മീനിങ് റിലേറ്റിംഗ് ടു സൈറ്റ്, കാഴ്ചയുമായി ബന്ധപ്പെട്ടത് എന്ന് വെച്ചാൽ നേരെയുള്ള കാഴ്ചയുമായി ബന്ധപ്പെട്ടത് എന്നാണ് ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന അതിന്റെ അർത്ഥം. ആ ഓർത്തോപ്റ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ?
മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും പോയ എഴുന്നേറ്റ് എല്ലാവരും. ഹലോ, അമ്പടമ്മ കാണാനില്ല, അതുകൊണ്ടാണ്. പറയാം, അണ്ടർലൈൻ ചെയ്യുമ്പോൾ പറയാം. പിന്നെ മാത്രമല്ല, ഒരു സാധനം നമുക്ക് എഴുതി തരാനുണ്ട്, അതുകൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടോ. ഒരെണ്ണം കൂടി പറയാനുണ്ട്. ഇതിനകത്ത് കണ്ടിരുന്ന മറ്റൊരു ട്രീറ്റ്മെന്റ് ആണ് ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ ഉപയോഗിച്ചിട്ട് എന്താ പറയാ, നമ്മുടെ ഐ കണ്ടീഷൻസ്, ഐയുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താനും ട്രീറ്റ്മെന്റ് കൊടുക്കാനും, അല്ലെങ്കിൽ നമ്മുടെ ഐക്ക് കാഴ്ചയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എക്യുപ്മെന്റുകളൊക്കെ, അതിന് ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകളാണ് അവരതിന് ഉപയോഗിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ നോക്കി, എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അത് കണ്ണിന്റെ പിക്ചറൊക്കെ നമ്മുടെ മോണിറ്ററിലൊക്കെ പതിപ്പിച്ച് അതിൽ നിന്ന് അതൊരു സ്പെഷ്യൽ എക്യുപ്മെന്റ് ഉപയോഗിക്കേണ്ട അവരതിനകത്ത്. അപ്പോൾ കണ്ണിന്റെ പല വൈഡ് റേഞ്ച് ഓഫ് ഇഷ്യൂസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടൊരു ഡീറ്റെയിൽഡ് ഡയഗ്നോസിസ് ആണ് ഈ ഇമേജിംഗ് സപ്പോർട്ടിലൂടെ. അതായത് ഇമേജ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലിയർ ഇമേജിംഗ് ഒക്കെ പോലെയുള്ള ആ സാധനത്തിന്റെ സപ്പോർട്ടോടുകൂടി കണ്ണിന് ഘടനയൊക്കെ മുഴുവനും ഇതിനകത്ത് പതിപ്പിച്ച് എന്ത് ചെയ്യുന്നു, എവിടെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു രീതി. അതാണ് ഒഫ്താൽമിക് ഇമേജിംഗ്. ഇമേജിംഗ് ടെസ്റ്റ് തന്നെയാണത്. ഓക്കെ, അപ്പൊ ഇമേജിംഗ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ് യൂസ് ചെയ്ത് ടു ക്രിയേറ്റ് ഡീറ്റെയിൽഡ് ഇമേജസ്, നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജ് നോക്കി ആ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുക, മനസ്സിലാക്കുക, അതിന്റെ എല്ലാ പ്രോബ്ലംസ് കണ്ടെത്തുക. ക്ലിയർ ആയോ? ഒഫ്താൽമിക് ഇമേജിംഗ്. ഈ പറഞ്ഞതില് ഓർത്തോപ്റ്റിസ്റ്റും അതുപോലെ തന്നെ ഒഫ്താൽമിക് ഇമേജിംഗും ഇമ്പോർട്ടന്റ് ആണ്. ആ സെന്റൻസുകൾ അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. ആ ബൈനോക്കുലർ വിഷൻ വരെ ഒന്നാമത്തേല്. അതുപോലെ തന്നെ അതിന്റെ മീനിങ്, ആ വേർഡ് എവിടെ നിന്ന് ഡിറൈവ് ചെയ്തു, ഗ്രീക്ക് വേർഡിൽ നിന്ന് ഓർത്തോപിക് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തു. അതുപോലെ തന്നെ ഒപ്റ്റിക്കേഴ്സ് എന്ന് പറയുന്ന രണ്ട് വേർഡ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടിന്റെയും സെപ്പറേറ്റ് മീനിങ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് അണ്ടർലൈൻ ചെയ്യണം ഫുള്ളും. ഇനി പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ഒഫ്താൽമോളജിയിൽ കിട്ടുന്നതെന്ന് കേട്ടോ, എന്തൊക്കെ സർവീസസ് ആണ് ഒഫ്താൽമോളജി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ്, ലേസർ ട്രീറ്റ്മെന്റ്, ഒപ്റ്റോമെട്രി, ഓർത്തോപ്റ്റിസ്റ്റ്, ഒഫ്താൽമിക് ഇമേജിംഗ്. ഇനി ഒഫ്താൽമിക് ഇമേജിംഗും എന്താണെന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഒപ്റ്റോമെട്രി എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം ഒന്ന് അവിടെ എഴുതി വെക്കാം. ഒന്ന് അറിയാൻ വേണ്ടി മാത്രം കേട്ടോ. ഒന്ന് ഒരു ഹൈഫൻ ഇട്ട് എഴുതി വെക്കാം. ഒപ്റ്റോമെട്രി എന്താണെന്ന് അവിടെ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. മറ്റേത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഓർത്തോപ്റ്റിക്സും പറഞ്ഞിട്ടുണ്ട്, ഒഫ്താൽമിക് ഇമേജിംഗും പറഞ്ഞിട്ടുണ്ട്. ഒപ്റ്റോമെട്രി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. സോ യു ജസ്റ്റ് റൈറ്റ് ഡൗൺ. ഒന്ന് ഒരു ഹൈഫൻ ഇട്ടോ ബുക്കിലോ എവിടെയാണോ നിങ്ങൾ എഴുതുന്നത് എന്ന് വെച്ചാൽ അവിടെ എഴുതാം. ഓക്കെ, ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. The treatment which involves examining, examining, examining eyes, 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 and related structure, structures, 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 comma, defects of eyes, defect, defects, defects of eyes, and abnormalities. And abnormalities, abnormalities, abnormalities. Clear അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒഫ്താൽമോളജിയിൽ? ഇനി ഒഫ്താൽമോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്തിനാണെന്ന് ആദ്യം ഓർക്കുക. The department which deals with the investigation and treatment of eye problems in adults and children. കുട്ടികളിലും അഡൽട്സിലുമുള്ള കണ്ണിന്റെ പ്രശ്നങ്ങൾക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്ന, അതല്ലെങ്കിൽ കണ്ണിന്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന ടൈപ്പ് ഡിഫറെന്റ്. ഏതാണ്? എവിടെ ടൈം എന്ന് കണ്ടേ? ടൈം എന്നല്ലോ, ടൈപ്സ് എന്നല്ലേ പറഞ്ഞ? TYPES.
ഡിഫക്റ്റ് ആണ്, ഡിഫക്റ്റ്. ഡിഫക്റ്റ് അല്ല, DEFECTS, ഡിഫക്ട്സ്. അപാകതകൾ എന്ന് പറയില്ല, അപാകതകൾ. കണ്ണിന്റെ അപാകതകൾ കണ്ടുപിടിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകട്ടെ. ഡിഫക്ട്സ് ഓഫ് ഐസ്. അതെ, നെക്സ്റ്റ് വൺ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡിഫക്ട്സ് എന്നുള്ള വേർഡായിട്ട് അവിടെ ഉണ്ടായില്ല, ടൈപ്സ് ഒന്നും ഞാൻ പറഞ്ഞില്ല അല്ലെ. സ്ട്രക്ചേഴ്സ്, ഡിഫക്ട്സ് ഓഫ് ഐസ് ആൻഡ് അബ്നോർമാലിറ്റീസ് എന്നാണ് പറഞ്ഞത്. ടൈപ്സ് എന്നുള്ള വേർഡേ അവിടെ ഉണ്ടായില്ല. ഓക്കെ, ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താണ് ഈ ഓർത്തോപെഡിക്സ്? ഓർത്തോ എന്ന് നമ്മൾ ഷോർട്ട് ആയിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ. Department which deals with the problems that affect our musculoskeletal system. അതെ, musculoskeletal system നമ്മുടെ മസിലിന്റെ നമ്മുടെ സ്കെലട്ടൻ, അസ്ഥി അല്ലെ, ബോൺസ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അസ്ഥി എന്താ പറയാ, നമുക്ക് പല ബോൺസിനും മസിൽസിനും ഒക്കെ പലതരത്തിലുള്ള വേദനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടറുന്നതോ അല്ലെങ്കിൽ നമുക്ക് നടക്കുമ്പോഴൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യും. സോ യു ഹാവ് ടു ഗോ ടു ദ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റിലാണ് പോവുക. ദിസ് ഇൻക്ലൂഡ്സ് അവിടെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ബോൺസിന്, അസ്ഥികൾക്ക്, മസിൽസിന്, ടെൻഡൻസ്, ഈ ചലന ഞരമ്പില്ലേ അതാണ് ഉദ്ദേശിച്ചത് കേട്ടാ. പിന്നെ ലിഗ്മെന്റ് പ്രോബ്ലംസ്, പിന്നെ ബോൺസ് ഒക്കെ റീപ്ലേസ് ചെയ്യുന്നത്, അസ്ഥിയൊക്കെ റീപ്ലേസ് ചെയ്യുന്നത്, മാറ്റി വെക്കുന്നുണ്ട്, അങ്ങനത്തെ ട്രീറ്റ്മെന്റ്. പിന്നെ ഹിപ്പ് റീപ്ലേസ്മെന്റ്, നമ്മുടെ ഇടുപ്പ് അങ്ങനെയൊക്കെ ചില വലിയ എന്താ പറയാ മോളിൽ നിന്നൊക്കെ പൊക്കത്തിൽ നിന്നൊക്കെ വീഴുമ്പോൾ എന്താ പറയാ നമ്മുടെ ഇടുപ്പിന്റെ ഭാഗത്തൊക്കെ വല്ല എന്തെങ്കിലും വലിയ ഫ്രാക്ചർ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ നീക്യാപ്പ് റീപ്ലേസ്മെന്റ്. നീക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, മുട്ടിന്റെ അവിടെയുള്ള ഒരു സാധനമാണ് അല്ലെങ്കിൽ ഇങ്ങനെ മുട്ടിന്റെ ചിരട്ടാന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള റീപ്ലേസ്മെന്റുകളും ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ തരാം. എന്ന് വെച്ചാൽ എല്ലാം അസ്ഥിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ അസ്ഥികളൊക്കെ ഉണ്ടോ, അസ്ഥികൾ ഉള്ളവർക്കൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഇതെല്ലാം ക്ലിയർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഹിയർ ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സർവീസസും ദിസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ്. ഔട്ട് പേഷ്യന്റ് സേവനവും കൊടുക്കുന്നുണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ്. എങ്ങനെയാ ഔട്ട് പേഷ്യന്റ് സർവീസസ്? പിള്ളേരൊക്കെ വല്ലയിടത്തൊക്കെ പോയി ഓടി കളിച്ച് ജോലിയൊക്കെ വീണ് കൈ ഒടിഞ്ഞു, കാലൊടിഞ്ഞു, കൈയുടെ കുഴ തെറ്റി. ഓക്കെ, അപ്പൊ അവിടെ ഈ പറയുന്ന OP വിഭാഗമാണ്. അതിന് അവിടെ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ കൈ ഒടിഞ്ഞു പ്ലാസ്റ്റർ ഇട്ടിട്ട് വീട്ടിൽ പോകാം. അപ്പൊ അത് 1 day ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് OP വിഭാഗത്തിലും സർവീസസ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. വിച്ച് ട്രീറ്റ്സ് ദ ഫ്രാക്ചേഴ്സ് ആൻഡ് ഡിസ്ലൊക്കേറ്റഡ് ജോയിന്റ്സ്. ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ കുഴ തെറ്റുക. ഇപ്പൊ ഈ കുഴയൊക്കെ നമ്മുടെ കയ്യിലവിടെ വീട്ടിൽ ചില കുട്ടികളുടെ കുഴ തെറ്റിപ്പോവുക. ഒടിഞ്ഞിട്ടില്ല, മീൻസ് കുഴ തെറ്റി, അത് പിടിച്ചിരുന്നത്. അതിങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് അറിയാൻ അത് പിടിച്ച് കൃത്യമായിട്ട് അത് കിട്ടാറുണ്ട്. ഓക്കെ ആണ്. പിന്നെ നല്ല ഇങ്ങനെ 2 ദിവസം ഇങ്ങനെ അത് വെറുതെ ചുറ്റി ഒരു കഴുകി കൂടി ഇട്ടാൽ മാത്രം മതി. മറ്റേതിനാണ് പൊട്ടല്ലേ, നമ്മുടെ ബോൺസിനൊക്കെ സ്ക്രാച്ചും അതുപോലെ തന്നെ പൊട്ടും ഒക്കെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ എന്താ പറയാ ബാൻഡേജൊക്കെ ഇടുക എന്ന് പറയുന്ന പ്ലാസ്റ്റർ ഇടുക. ഓക്കെ, എനിക്ക് അറിയില്ല അവിടെ എന്തോ ഡൗട്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ കണ്ണങ്ങോട്ട് പോയി, അതുകൊണ്ടാണ് അത് പെട്ടെന്ന് ഇതായത്. അർജുൻ വെയിറ്റ്. ഓക്കെ, സോ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലായി എല്ലാവർക്കും? അർജുൻ വെയിറ്റ് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് പ്രോബ്ലംസ് ദാറ്റ് അഫക്ട് ദ മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം. ദിസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ് പഠിക്കല്ലേട്ടാ. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ പ്രോബ്ലംസ് അങ്ങനെ പഠിക്കരുത്. ഓരോ ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോൾ അതായത് ഡിപ്പാർട്ട്മെന്റിന്റെ പേര് വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം. അത് എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ബോൺസ്, മസിൽസ്, ടെൻഡൻസ്, ലിഗ്മെന്റ്, പിന്നെ റീപ്ലേസ്മെന്റ് ഓഫ് ബോൺസ്, ഹിപ്പ് റീപ്ലേസ്, ടെൻഡൻ എന്ന് പറയുന്നത് ഈ ചലന ഞരമ്പ് എന്നൊക്കെ പറയും. നമ്മുടെ കാലിന്റെ ബാക്കിലുള്ള ഒരു സാധനം എനിക്ക് തോന്നുന്നത് ഒരു ഇങ്ങനെ ഒരു ബാക്കിലില്ലേ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഷൂട്ടിന്റെ അവിടെ ഭാഗത്തിന്റെ ബാക്ക് സൈഡിലായിട്ട് ചലിക്കാൻ ഉപയോഗിക്കുന്നത് ഞരമ്പാണ്. അതാണ് ചലന ഞരമ്പെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. യെസ്, ഓക്കെ. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ് ആൻഡ് നിയോനേറ്റോളജി. അടുത്ത ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പഠിക്കാറുണ്ട് പീഡിയാട്രിക്സ് ആൻഡ് നിയോനേറ്റോളജി. എന്താണ് പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്? അതാണ് നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഡിപ്പാർട്ട്മെന്റ് വിച്ച് പ്രൊവൈഡ്സ് ട്രീറ്റ്മെന്റ് ഫോർ സിക്ക് ഇൻഫന്റ്സ് ആൻഡ് ചിൽഡ്രൻ അല്ലെ. സിക്ക് ഇൻഫന്റ്സ് ആൻഡ് ചിൽഡ്രൻ, വയ്യാത്ത ശിശുക്കൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും. ശിശുവും കുട്ടിയും വ്യത്യാസമുണ്ട് അല്ലെ.
2 വയസ്സിനൊക്കെ താഴെ വരുമ്പോൾ നമ്മൾ ശിശുക്കൾ എന്ന് വിളിക്കും. അതിനേക്കാളും പറയുമ്പോൾ പിന്നെ ചിൽഡ്രൻ അല്ലെ, അങ്ങനെ വിളിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രത്യേകം ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ഇൻ പേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് കെയർ. നമുക്ക് എല്ലാ ദിവസവും എന്താ പറയാ, ദിവസത്തിൽ ഒരു ദിവസം പോയി ആ ട്രീറ്റ്മെന്റ് എടുത്ത് തിരിച്ചു വരുന്ന രീതിയിൽ ഉള്ള സർവീസ് പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ല അഡ്മിറ്റഡ് ആക്കി കുട്ടികളെ കെയർ ചെയ്യുന്ന സർവീസും ഈ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 രീതിയിലും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ നിയോനേറ്റോളജി അതാണ് പീഡിയാട്രിക്സിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് നിയോനേറ്റോളജി. അതെ, നിയോനേറ്റോളജി ആണ് ന്യൂ ബോൺ ബേബീസിന് കൊടുക്കുന്ന കെയറിങ്. ന്യൂ ബോൺ ബേബീസ് എന്ന് പറയുമ്പോൾ ന്യൂ ബോൺ ബേബീസിന് അപ്പൊ പിന്നെ ഇൻഫൻസ് എന്തിനാണ് നമ്മൾ വിചാരിക്കും, പീഡിയാട്രീഷ്യനാണ്. നമ്മുടെ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ 1-2 ദിവസമൊക്കെ നമ്മള് ഹോസ്പിറ്റലിൽ അവിടെ സ്റ്റാൻഡ് ചെയ്യുമല്ലോ. 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മളെ വിടാം. കുട്ടികളെ വന്ന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ രാവിലെ പീഡിയാട്രീഷ്യൻ വന്നിട്ട് നോക്കും, ചിലപ്പോൾ വൈകുന്നേരം ചില സമയത്ത് നോക്കും. ഇപ്പൊ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു ദിവസത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം മാത്രമേ ചെക്ക് ചെയ്യേണ്ട നോക്കുന്നെങ്കിൽ ആവശ്യമുള്ളൂ. അവരുടെ എല്ലാ കാര്യങ്ങളും ഒക്കെയാണോ, അല്ലെ ഹാർട്ട് ബീറ്റ്സ്, അതുപോലെ മോഷൻസ് പോകുന്നത്, യൂറിൻ പോകുന്നത് എല്ലാം ഓരോന്ന് ചെക്ക് ചെയ്യും. ഹെൽത്തി ആണെങ്കിൽ നോ പ്രോബ്ലം. അതേസമയം ചില ന്യൂ ബോൺ ബേബീസ് മേ ഹാവ് സം എന്താ പറയാ ഇൽനെസ്. അതായത് ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ പല രോഗങ്ങളുമായിട്ട് ജനിക്കുന്നുണ്ട്. അവർക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നിയോനേറ്റോളജി. സോ നമ്മൾ ക്ലാസ് ആക്കുന്നത് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് എല്ലാ ജനിച്ച കുട്ടികൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും അല്ലെ, ശിശുക്കൾക്കും കുട്ടികൾക്കും എല്ലാ കെയറും കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. നിയോനേറ്റോളജി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആണ്. എന്ന് വെച്ചാൽ ജനിച്ചു, പക്ഷെ ആ ജനിച്ച കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൽനെസ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ഇറ്റ്സെൽഫ്, അതായത് ജന്മനാ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളത്. പിന്നെ പ്രീമച്വർ ബേബീസ് എന്ന് പറഞ്ഞാൽ മാസം തികയാതെ പ്രസവിക്കുന്നത് അല്ലെ, 9 ദിവസം അല്ല 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക എന്നൊക്കെ പണ്ടുള്ള കാരണവന്മാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്രയും സമയം വേണം അത്രേ ഒരു എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കുട്ടി ജനിക്കാനായിട്ട്. അത്രയും സമയമാണ് എടുക്കുക. 9 months + 9 days + 9 അങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ട് ഓരോ സമയമൊക്കെ. അതെല്ലാം 9 ആണ്. പക്ഷെ ചില കുട്ടികള് may have take birth ഡ്യൂ ടു സം ഇഷ്യൂസ്, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്നതോ കുട്ടിക്ക് ഉണ്ടാകുന്നതോ, അപ്പൊ നേരത്തെ തന്നെ കുട്ടിയെ എടുക്കേണ്ടി വരും, ചിലപ്പോൾ പ്രസവിച്ചിട്ടോ അല്ലെങ്കിൽ എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ പ്രീമച്വർ ബേബീസ് എന്ന് വിളിക്കുക. അവർക്കുണ്ടാകുന്ന അപ്പൊ അവരെയും കുറച്ച് സ്പെഷ്യൽ കെയർ കൊടുക്കുക. ചിലപ്പോൾ 7ാം മാസത്തില് 6ാം മാസത്തില് അപ്പൊ ചിലപ്പോൾ വെയിറ്റ് അത്രയും മാസം കൂടി 2-3 മാസം കൂടി അമ്മയുടെ ഉദരത്തിൽ കിടന്ന് അതിനാവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ന്യൂട്രീഷൻസും ഒക്കെ കിട്ടേണ്ടതായിരുന്നു. പക്ഷെ അതിന് മുമ്പേ കുട്ടി ജനിച്ചതുകൊണ്ട് കുട്ടിക്ക് വേറെ ഒന്നും എടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ, ഇതന്നെ കാലയിലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ കുട്ടിക്ക് അമ്മയിൽ നിന്ന് കിട്ടേണ്ട മറ്റ് ഏതെങ്കിലും തരത്തിൽ ഈ 3 മാസം കൂടി കിട്ടി എല്ലാ രീതിയിലും ശാരീരികവും മാനസികവുമായ എല്ലാ വളർച്ചയും കിട്ടേണ്ട ആ ഒരു സമയത്തിന് മുമ്പേ കുട്ടി ജനിച്ചിരിക്കുകയാണ്. സോ ദേ ഹാവ് ടു ബി ഗിവൺ സ്പെഷ്യൽ കെയർ. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടി വരും. അതൊക്കെ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് നിയോനേറ്റോളജി. ഇപ്പൊ മറക്കണ്ട, പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സബ് സ്പെഷ്യാലിറ്റി ആണ് നിയോനേറ്റോളജി. ഇതിന് വേണ്ടിയിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഇത്തരം സ്പെഷ്യൽ കെയർ കൊടുക്കാൻ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് തന്നെയുണ്ട്. NICU. നമ്മൾ ICU പഠിച്ചു, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇൽനെസ്, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് റിക്കവറി ആവശ്യമുള്ളവർക്ക് കുറച്ച് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാൻ, മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അവിടെയെല്ലാം ഈ കൊച്ചുകുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരം ബർത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു intensive care unit ഉണ്ട്. അത് is known as neonatal intensive care unit. Okay, so in this unit medical care premature babies പിന്നെ മാത്രമല്ല ലോ ബർത്ത് വെയിറ്റ് ഉള്ളവർക്ക്, ജനിച്ചപ്പോഴേ തന്നെ ആവറേജ് വെയിറ്റ് ഇത്രയൊക്കെ ഉണ്ടെന്ന് ഏകദേശം ഡോക്ടേഴ്സിന് അറിയാം. അപ്പൊ അതിനനുസരിച്ച് ഉള്ള വെയിറ്റ് ഇല്ലാത്ത കുട്ടികളെ നോക്കുന്നു. പിന്നെ എന്താ പറയാ ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, വളർച്ചക്കുറവ്, അതായത് ആവശ്യത്തിന് വളർച്ചയില്ല, അതായത് പുറത്തേക്ക് വന്നിട്ടും ആ വളർച്ചയുടെ നിരക്കിൽ മാറ്റമൊന്നുമില്ല, അതാണ് അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങള്. പിന്നെ ബർത്ത് ഡിഫക്ട്സ്, ജന്മന ഉള്ള വൈകല്യങ്ങൾ, ഓൾ ദീസ് വിൽ ബി ട്രീറ്റഡ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും മെഡിക്കൽ കെയർ ഫെസിലിറ്റീസും നിയോനേറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ പീഡിയാട്രിക് സർജറി, കുട്ടികൾക്ക് ചില തരത്തിലുള്ള സർജറീസ് ആവശ്യമുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ ഡെൽറ്റ് വിത്ത് ദിസ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടു ദ ഏജ് ഓഫ് 15 years, ഏകദേശം ഒരു 15 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് സർജറി ഈവൻ പ്രൊവൈഡ് ചെയ്യുന്നതും പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ക്ലിയർ ആയോ?
മനസ്സിലായോ? പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? Okay. So you just underline pediatrics department. Underline here. The Department of General Pediatrics provided comprehensive outpatient and inpatient care for sick infants and children. Underline here. At the sentence underline ചെയ്യണം. Neonatology എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് മെഡിക്കൽ കെയർ ടു ന്യൂ ബോൺ ചൈൽഡ്, എസ്പെഷ്യലി ദ ഇൽ ഓർ പ്രീമെച്യൂർ ന്യൂ ബോൺ ഇൻഫന്റ്. അതും അണ്ടർലൈൻ ചെയ്യാം. സം സ്പെഷ്യാലിറ്റി ആണെന്നുള്ള കാര്യം മറക്കണ്ട. പിന്നെ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതിന്റെ ഫുൾ ഫോം NICU, അത് അണ്ടർലൈൻ ചെയ്യാം. Pediatric surgery is the department which deals with all the surgical conditions from the birth to the age of 15 years. ജനിച്ചു കഴിഞ്ഞു 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസിനൊക്കെ സർജറി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? അടുത്തത് പറയട്ടെ. പ്രശ്നമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇതിനകത്ത് സെന്റൻസ് ഒക്കെ വായിച്ചിട്ട്. ഓക്കെ. ബുദ്ധിമുട്ട് ഇപ്പോ ഇരിക്കാതെ വയ്യാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. എനർജി കുറവ് വന്നിട്ടുണ്ട്. ഇത്ര എനർജി കുറവില്ല ടീച്ചർ ക്ലാസ് എടുത്താൽ മതി എന്ന് ചില സ്പീഡൊക്കെ അങ്ങ് പോയി. ഓക്കെ ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. സോ ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് സൈക്യാട്രി. യെസ്, സൈക്യാട്രി എന്ന് പറയുന്ന പനി ഇല്ല, പക്ഷെ ചുമ വന്നിട്ട് ഇങ്ങനെ ബ്രീത്തിങ് അത്ര ശരിയാവുള്ള. ഓക്കെ. സൈക്യാട്രി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എന്താ പറയാ കേട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഓക്കെ. Yes, it is the medicine which deals with the diagnosis, treatment and the prevention of emotional, behavioral, cognitive disturbances. നമ്മളുടെ മനുഷ്യന്മാർക്ക് ഉണ്ടാകാവുന്ന ചില ഇമോഷണൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ഡിസോർഡൻസ്, ബിഹേവിയറൽ ഡിസ്റ്റർബൻസ്, അതായത് നമ്മളുടെ പെരുമാറ്റത്തിലൊക്കെ സാധാരണ സ്വാഭാവികമായിട്ട് ഓരോ മനുഷ്യന്മാർ എങ്ങനെ പെരുമാറുന്നു, ഒരു ആവറേജ് മനുഷ്യൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ അവരുടെ ഇമോഷണൽ ഫീലിങ്സ് അവര് ഔട്ട്ബേഴ്സ്റ്റ് ചെയ്യുന്നത്, അവരുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ പറഞ്ഞാൽ വൈജ്ഞാനികമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് അവരെങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊരു ആവറേജ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം അല്ലെ? പക്ഷേ ചില ആളുകളിൽ ഇതിന്റെ ചില എന്താ പറയാ അബ്നോർമാലിറ്റീസ് കാണിക്കും. സാധാരണയിൽ നിന്നും ഇച്ചിരി വ്യത്യസ്തമായിട്ടൊക്കെ ചില ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത്, പ്രകടനമാക്കുന്ന സമയത്ത് ഇച്ചിരി ഓവറായി പോയോ എന്ന് തോന്നും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അല്ലെ? സൂക്ഷിച്ചൊന്ന് നോക്കി എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറയുന്ന പോലെ ആ ഇമോഷൻസില് ബിഹേവിയറൽ പാറ്റേണില്, അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ട് ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു സാധാരണ കോമൺ സെൻസ്, ആവറേജ് കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും വേറെ രീതിയിൽ അത് പ്രകടമാക്കുക, അങ്ങനെയൊക്കെയുള്ള ഡിസ്റ്റർബൻസുകൾ ഫേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് സൈക്യാട്രി എന്ന് പറയുന്നത്. Here in this department deals with investigating and also treating patients with a wide range of mental illness and disorders. Mental ആയിട്ടുള്ള ഇൽനെസ്സുകൾ, ഡിസോർഡേഴ്സിനെയൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതിനുവേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മളുടെ സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഈ സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ സേവനം കൊടുക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പൊ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലെ വേഗം തന്നെ ചെല്ലുമ്പോൾ നമുക്ക് പനി അല്ലെങ്കിൽ ചുമ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസ്വസ്ഥത എന്ന് പറയുമ്പോൾ വേഗം വന്നിട്ട് ഗുളിക തരുന്ന പോലെ പറ്റില്ല. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഇച്ചിരി പ്രശ്നമാണ്. കാരണം അവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കണ്ടെത്തുന്നത് എവിടെയാണ് ആളുടെ പ്രശ്നം കിടക്കുന്നത്, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റുള്ളൂ. അത് ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ ഒരു പനി വരുന്നു, ഒരു ചുമ വരുന്നു, മറ്റേ വേഗം തന്നെ അതിനൊരു ആശ്വാസം കൊടുക്കാൻ, റിലീഫ് കൊടുക്കാനായിട്ട്
Immediate medicines to be provided. Immediate ആയിട്ട് ഡോക്ടേഴ്സ് മരുന്ന് കൊടുക്കും. ആളെ ഒന്ന് റിലീഫ് ആക്കാൻ. ചിലപ്പോൾ ഭയങ്കര വേദന കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഇപ്പൊ ഭയങ്കരമായിട്ട് ശ്വാസതടസ്സം വരുന്ന ആളുകൾക്ക് പോയിട്ട് വേഗം തന്നെ നെബുലൈസ് ചെയ്യിപ്പിക്കുന്ന എന്തിനാണ്? അവരുടെ ശ്വാസഗതി ഒന്ന് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ്, നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇത് പോസിബിൾ അല്ല. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ? പ്രൊവൈഡിങ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ്. ഇവർക്കൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കും. എന്ന് വെച്ചാൽ അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള കൗൺസിലേഴ്സിന് വെച്ചിട്ട് ആളുടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. അപ്പൊ അവര് പറയുന്ന ഉത്തരങ്ങളും അവര് എങ്ങനെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തില് എന്താണ് ആളുടെ, എവിടെയാണ്, ഏത് കാര്യം കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഇത് സംഭവിച്ചേക്കണേന്ന് മനസ്സിലാക്കാൻ പറ്റും. ചില ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പേടി കിട്ടിയിട്ട് അങ്ങനെ മെന്റലി ഡിസ്റ്റർബ് ആയി പോയതാണ്, എന്തെങ്കിലും ഷോക്ക് കൊണ്ടൊക്കെ. ചിലപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റിൽ നിന്നും കിട്ടിയ ഒരു ആഘാതം, അതിൽ നിന്നുണ്ടായതാകാം. ഒത്തിരി ഡിഫറെന്റ് പ്രോബ്ലംസിലൂടെ വന്നതാകാം ഇത്തരം പ്രശ്നങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് കൗൺസിലിംഗിലൂടെ അണ്ടർസ്റ്റാൻഡ്. അത് കൗൺസിലേഴ്സ് ഉപയോഗിച്ച് കൗൺസിൽ ചെയ്യിപ്പിക്കുന്നു. ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ഓൾസോ ട്രീറ്റിംഗ് സൈക്കാട്രിക് ഇൽനസ്. ഇനി അതിനുശേഷം അവർക്ക് ആ പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ഡയഗ്നോസിസ് നടത്തുന്നു, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അത് എന്താ പറയാ, ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഉദ്ദേശം പറയുന്നത് ഇപ്പൊ താൽക്കാലികമായി ശ്വാസം കൊടുത്താൽ മാത്രം പോരാ, അത് എന്ത് ചെയ്യണം, പിന്നെ അത് വരാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് കൂടി എടുക്കണം. അത് അപ്പോഴാണ് ആ രോഗം പൂർണ്ണമായിട്ടും ഭേദമാകുള്ളൂ, അല്ലെ? അതിന് വരാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് കൂടി എടുക്കും. അപ്പൊ അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നടത്തുന്നു എന്നുള്ളതാണ്. കണ്ടക്ടിങ് IQ ടെസ്റ്റ് ഇന്റലിജൻസ് ക്വോഷ്യന്റ് ടെസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു ആളുടെ ബുദ്ധി നോക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ. അപ്പൊ ഒരു എന്താ പറയാ, കോമൺ സെൻസ് ഉപയോഗിച്ച് ആൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ചിലപ്പോൾ ചില കാര്യങ്ങളില്ലേ ഭയങ്കരമായിട്ട് എന്താ പറയാ, വലിയ എന്താ പറയാ പഠിച്ച് ഒത്തിരി കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വലിയ ഡിഗ്രി ഒക്കെ സമ്പാദിച്ച ആളുകൾ ഒക്കെ ആയിരിക്കാം. പക്ഷെ ഒരു ഘട്ടത്തിൽ വന്നപ്പോ ആൾക്ക് പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം മെന്റൽ ഡിസോർഡർ വന്നിട്ട് ആളിപ്പോ ആരായിരുന്നു എന്ന് തന്നെ ആൾക്ക് ചിലപ്പോ റിഫ്ലക്ട് ചെയ്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പൊ ആ റിഫ്ലക്ഷന് വേണ്ടിയിട്ട് ആളുടെ സെൻസ് എത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വേണ്ടി നോക്കാൻ വേണ്ടിയിട്ടുള്ള IQ ടെസ്റ്റ് ഓൾസോ ഈസ് ഡൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിൽ ആ ടെസ്റ്റുകളൊക്കെ നടത്തുന്നു. പിന്നെ എന്താണ് പറയാ, ഇത് വരാതിരിക്കാനും ചില ആളുകൾക്ക് ചില സാധനങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് കൊണ്ട് വന്നേക്കുന്ന ഡിസോർഡർ ആയിരിക്കാം. ഇനി എന്തായിരിക്കും അത്? ചില എന്താ പറയാ ലിക്കേഴ്സ്, ലഹരി പദാർത്ഥങ്ങള്, അതുപോലെ തന്നെ ചില ഡ്രഗ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് അതിന് അഡിക്റ്റഡായി അഡിക്ഷനെ കൊണ്ടുണ്ടാകുന്ന ചില മെന്റൽ ഡിസോർഡേഴ്സ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ അത് ദരസത്തിൽ ഉപയോഗിച്ച് അത് കിട്ടാത്ത ഒരു ഇങ്ങനെയായി ഇങ്ങനെ. അപ്പൊ എന്തായിരിക്കും, അങ്ങനെ ഒരു കൊടുക്കാതെയായോ അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ചെയ്ത് കഴിയുമ്പോൾ അത് ചില മെന്റൽ ഡിസോർഡേഴ്സിലേക്ക് പോകും. അപ്പൊ അവർക്ക് ഡി അഡിക്ഷൻ സർവീസസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടി ഇതിന്റെ അകത്തുണ്ട്. ദാറ്റ് മീൻസ് ഇങ്ങനെയുള്ളവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരെ ഡി അഡിക്ഷൻ സെന്റേഴ്സിലേക്ക് മാറ്റും. ആൻഡ് ബൈ പ്രൊവൈഡിങ് സം ഒക്യുപേഷൻസ്, ആ ഡി അഡിക്ഷൻ സെന്ററിൽ അവര് മറ്റുള്ളവരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് അവിടെ അവരെ കൊണ്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ ജോലികൾ തൊഴിലൊക്കെ കൊടുത്തിട്ട് അതിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മറ്റു കാര്യങ്ങളിലേക്കുള്ള ചിന്തകളൊക്കെ ഇല്ലാതാക്കി ആ ഒരു ഒക്യുപേഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്ത് അതിലേക്ക് കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട്, ചിന്തകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഡി അഡിക്ഷൻ സർവീസസും സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? കോഗ്നിറ്റീവ് എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? വൈജ്ഞാനികപരമായിട്ടുള്ള ഡിസ്റ്റർബൻസ്. വൈജ്ഞാനികപരം, ബുദ്ധിപരം. ക്ലിയർ ആണോ? IQ ടെസ്റ്റ്, IQന്റെ ഫുൾ ഫോം അറിയോ? ഇന്റലിജൻസ് ക്വോഷ്യന്റ്. വൈജ്ഞാനികപരമായ അണ്ടർലൈൻ ചെയ്യട്ടെ? അല്ല, അണ്ടർലൈൻ ചെയ്യാൻ പറയട്ടെ? ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. Psychiatry is a branch of medicine that deals with the diagnosis, treatment and prevention of emotional, behavioral or cognitive disturbance.
പിന്നെ ആ 4 പോയിന്റ് എന്തൊക്കെ സർവീസസ് ആണ് ഈ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള 4 പോയിന്റ്. പ്രൊവൈഡിങ് സൈക്കോളജി, സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്, investigating, diagnosing and treating psychiatric illness, conducting IQ tests, de-addiction services. Clear ആയ പിള്ളേരെ? സൈക്യാട്രിക്കിനെ മനസ്സിലായോ? ഇന്ന് നമ്മൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു? ഞാൻ കുറെ ഡിപ്പാർട്ട്മെന്റ് എടുത്തല്ലോ, അത്ര വരെ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോ ടു യുവർ റെസ്പോൺസ്, നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോയത് കേട്ടോ. ഓങ്കോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്, ന്യൂക്ലിയർ മെഡിസിൻ ഒന്നുകൂടി റിവൈഡ് ചെയ്തു. പിന്നെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്, ഒഫ്താൽമോളജി, ഓർത്തോപെഡിക്സ്, പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്, സൈക്യാട്രി, ഇത്രയും ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചു. 5 പഠിച്ചല്ലേ? ഓക്കെ, ക്ലിയർ ആയല്ലോ ഇവിടെ വരെ? അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഇനി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പറയണോ അടുത്ത ഡിപ്പാർട്ട്മെന്റ് കൂടി? ഓക്കെ ആണോ നിങ്ങള്? പറയാം. പുതിയ ഡിപ്പാർട്ട്മെന്റ് ആണ് പൾമനോളജി. അപ്പൊ നമുക്ക് അടുത്ത പേജിൽ തുടങ്ങി ഡീറ്റെയിൽസ് കൊടുക്കാം അല്ലെ? ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞോട്ടെ? യെസ്. സോ ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് പൾമനോളജി. പൾമനോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോ കേൾക്കാത്ത ഡിപ്പാർട്ട്മെന്റ് ഒന്നും വലിയ കാര്യമായിട്ടില്ല. പണ്ടൊക്കെ നമ്മളോട് ചോദിച്ചായിരുന്നെങ്കിൽ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കേട്ടതില്ല. കാരണം ഇന്നിപ്പോ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇൽനസ് പല ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. രോഗങ്ങളുടെ ടൈപ്പുകൾ മാറി ഓരോരോ ദിവസങ്ങൾ ചെല്ലുന്നതും പലതരത്തിലുള്ള രോഗങ്ങളുമായിട്ട് നമ്മളാണെങ്കിലും നമ്മളുടെ അടുത്ത് ഇടപഴകുന്നവർക്കൊക്കെ പല രോഗങ്ങളെ കുറിച്ച് കേട്ടും കണ്ടുമൊക്കെ പല മീഡിയാസിലൂടെയും നമുക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് കൊണ്ട് we are all aware of different types of departments. പല ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഒരു കോമൺ ആയിട്ട് തോന്നും. അപ്പൊ this department, pulmonology, is the medical specialty department which deals with the diagnosis and treatment of the diseases which relates to our lungs or respiratory system. നമ്മുടെ ശ്വസന സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. അതായത് നമുക്ക് ഇപ്പൊ ചുമയൊക്കെ ഇങ്ങനെ വന്ന് എന്താ പറയാ മാറാതെയൊക്കെ നിൽക്കുമ്പോൾ പൾമനോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ നമുക്ക് കോണ്ടിന്യൂ റെസ്പിറേറ്ററി പ്രോബ്ലം വരുമ്പോൾ ശ്വസന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് പൾമനോളജിസ്റ്റ് അല്ലെങ്കിൽ പൾമനോളജി ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്ക് പോകേണ്ടി വരിക. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് മറ്റു പേരുകളും ഉണ്ട് കേട്ടോ. Pulmonology department is also called respirology, respiratory medicine, chest medicine. ആ പേര് മൂന്നും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Respirology, respiratory medicine, chest medicine and pulmonology. ഈ 4 പേരുകളും ഒരേ കാര്യങ്ങൾ തന്നെയാണ്, ഒരേ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. And also in this department it deals with allergy problems. ഒരാളുകൾക്കും അലർജി കൊണ്ട് തുപ്പലുകള് അല്ലെ, പിന്നെ ബ്രോങ്കൈറ്റിസ് പോലുള്ള രോഗങ്ങള്, പിന്നെ എന്താ പറയാ ഈ ബ്രോങ്കൈറ്റിസ് എന്താ പറയാ ഡ്രൈ കഫ് ഒക്കെ ഇങ്ങനെ വരുമ്പോഴേ ബ്രോങ്കൈറ്റിസ് ആയി മാറുന്നത്. പിന്നെ എന്താ ലങ് ക്യാൻസർ, ശ്വാസകോശത്തിന് ക്യാൻസർ വരുന്നതൊക്കെ ഇവിടെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് പൾമനോളജിസ്റ്റ്, ദാറ്റ് മീൻസ് ദോസ് ഹു handle the pulmonology department, അവരെയാണ് നമ്മൾ പൾമനോളജിസ്റ്റ് എന്ന് വിളിക്കുക. They also are trained ഡോക്ടേഴ്സ്. ഇവർ വളരെയധികം സ്പെഷ്യലി ട്രെയിൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവര് ലങ്സ് സംബന്ധമായിട്ടുള്ള ചെസ്റ്റ് സംബന്ധമായിട്ടുള്ള ഡിസീസസ് ആൻഡ് ഓൾസോ കണ്ടീഷൻസ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നോക്കുന്നത്. ഈ പറയുന്ന ഡോക്ടേഴ്സ് ആണ്. ആൻഡ് ഓൾസോ ദേ ഓൾസോ പർട്ടിക്കുലർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ് ന്യൂമോണിയ, asthma, tuberculosis and also complicated chest infection. ആളുകൾ കൂടുതൽ ഫേസ് ചെയ്യുന്നതാണ് ഈ സാധനം, കോംപ്ലിക്കേറ്റഡ് ചെസ്റ്റ് ഇൻഫെക്ഷൻ. കഫക്കെട്ടിന്റെ കൂടി ചെസ്റ്റ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് ഒത്തിരി ആളുകൾക്ക്. ആ ചെസ്റ്റ് ഇൻഫെക്ഷൻ അത് എന്നിട്ട് വരില്ല മറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് കോമാ സ്റ്റേജിലേക്ക് ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ന്യൂമോണിയ വരുന്നതൊക്കെ. ഓക്കെ, പിന്നെ ട്യൂബർക്കുലോസിസ് അത് അത്ര അധികം എന്താ പറയാ ഇന്ന് അത്ര എന്താ പറയാ പോപ്പുലർ ആയിട്ടുള്ള പോലത്തെ ഒരു രോഗമല്ല. ഈ ട്യൂബർക്കുലോസിസ് ഒക്കെ കുറച്ചുകൂടി പണ്ട് കാലത്താണ് കുറച്ച് അധികം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോ അതൊക്കെ നമ്മള് ചെറുതിലെ തന്നെ അനുസരിച്ചുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെ അല്ലെ എടുക്കുന്നത് കൊണ്ട്, ഇമ്മ്യൂണൈസേഷൻസ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് ഇന്ന് അതൊന്നും അത്ര വലിയ രോഗമായിട്ട് വരുന്നില്ല ആർക്കും. TB അല്ലെ, TB എന്നാണ് ഇതിന് ഷോർട്ടായിട്ട് നമ്മൾ പറയാം. ട്യൂബർക്കുലോസിസ് അതൊക്കെ ചെസ്റ്റിന്റെ ബാക്കിയതല്ലേ, ചുമ ഇങ്ങനെ എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഈവൻ ചുമച്ച് ബ്ലഡ് വരെ വോമിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് പോകുന്ന ഒരു രോഗമാണ് ട്യൂബർക്കുലോസിസ്. അപ്പൊ ഒന്നും പണ്ടൊക്കെ ഇതിനൊക്കെ വലിയ മരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നും നമുക്ക് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻസ് ഒക്കെ നമ്മൾ ചെറുതിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കാരണങ്ങൾ കൊണ്ട് അധികമൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. സോ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇൽനസ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് പർട്ടിക്കുലർലി ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഈ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ക്ലിയർ ആയോ? അതില് എനിക്ക് തോന്നുന്നത് എല്ലാ സെന്റൻസും ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതുകൊണ്ട് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യും. പൾമനോളജി എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഡീൽസ് വിത്ത് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് വിച്ച് റിലേറ്റ്സ് ടു ലങ്സ് ഓർ റെസ്പിറേറ്ററി സിസ്റ്റം. പിന്നെ അതിന് മറ്റു പേരുകൾ പറഞ്ഞു, റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ, അങ്ങനെ പേരുകൾ പറഞ്ഞു. പിന്നെ അത് ഏതൊക്കെ രീതിയിലുള്ള ഡിസീസസ് ആണ് ട്രീറ്റ് ചെയ്യുന്ന, അലർജി പ്രോബ്ലംസ്, ബ്രോങ്കൈറ്റിസ്, ലങ് ക്യാൻസർ. പിന്നെ പൾമനോളജിസ്റ്റുകൾ ഓൾസോ ഇതിന് സ്പെഷ്യൽ ഡിസീസസ് ആയിട്ടുള്ള ചെസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസ്, പിന്നെ ന്യൂമോണിയ, ആസ്തമ, ട്യൂബർകുലോസിസ്, പിന്നെ ചെസ്റ്റ് ഇൻഫെക്ഷൻ, ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്തതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സോ അതെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ 6 ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്ന് പഠിച്ചത്. നാളെ അടുത്ത ദിവസത്തേക്ക് അത് നന്നായിട്ടൊക്കെ വായിച്ച് അണ്ടർലൈൻ ചെയ്തിട്ട് പഠിച്ചിട്ട് വരാം. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, യെസ്, ഓക്കെ. സോ സീ യു. അടുത്ത ദിവസം എനർജിയോടുകൂടി കുറച്ചുകൂടി സ്മാർട്ടായിട്ട് വരാൻ നോക്കാം. ഓക്കെ, യെസ്, താങ്ക് യു, ബൈ. എന്ത് പറ്റി അർജുൻ? വാട്ട് ഹാപ്പൻസ്? അർജുൻ പോയോ?